ഗൈസ് ഒരു അടിപൊളി സംഭവം ഉണ്ട് ഗൈസ്. നമ്മൾ 1v1 ഇത് കളിച്ചുകൊണ്ടിരുന്നതാണ് ക്രാഫ്റ്റ് ലാൻഡിലെ മാപ്പ് കേട്ടോ. അപ്പം ഞാൻ നോക്കിയൊരു ക്രിമിനൽ വണ്ടില്ല, ഞാൻ തീർന്നത്. നമ്മൾ 4 റൗണ്ട് അടിച്ചിട്ട് 5ാമത്തെ റൗണ്ട് കളിക്കാൻ കയറിയപ്പം അവനാണെങ്കിൽ ഇങ്ങോട്ട് ഫ്രണ്ട് ആവാനായിട്ട് ഇരുന്ന് കാണിച്ചു കേട്ടോ. ഇങ്ങനെ അവിടെ വന്ന് റിമോട്ട് അടിച്ചുകൊണ്ട് ഇട്ട് കളിക്കുമോ. ഞാൻ വിചാരിച്ച് കളി പോയി, ക്രിമിനൽ ഓഹോ ടോപ്പ് ചെയ്യുന്ന പ്ലെയർ എല്ലാം പോയി. 4 കളി നമ്മൾ അടിച്ചെടുത്ത്. അപ്പോൾ അവൻ ഇമോട്ട് ഇട്ടുകൊണ്ട് വന്ന് അങ്ങനെ ഇമോട്ട് ഇട്ടുകൊണ്ട് വന്ന് നമ്മൾ രണ്ടുപേരുടെ അവിടെ ഇമോട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ച് പോയെന്ന് കേട്ടോ. അണ്ണൻ പതുക്കെ തോക്കെടുത്ത് കുത്തി അങ്ങ് പിടിച്ച് മണ്ടയ്ക്ക് നോക്കി ചെയ്തിട്ട് ഇല്ല. നമ്മളിങ്ങനെ 4-1 എടുത്ത് നമ്മൾ വിടുവോ. നമ്മൾ അടുത്ത കളി കയറി. അവനാണെങ്കിൽ വിചാരിച്ചു പോലും കാണത്തില്ല. അവൻ ആദ്യത്തെ റൗണ്ട് അടിച്ചിട്ട് പൊട്ടം വായി നോക്കി നിന്നതാ. അവസാനം അവൻ കളിക്കാൻ ഇറങ്ങി. നമ്മൾ ചാടിപ്പുത്തി അപ്പുറവും ഇപ്പുറമൊക്കെ പിടിച്ച് അടിക്കാൻ നോക്കി. പക്ഷെ കുറേ അടിയൊന്നും കൊണ്ടില്ല. അങ്ങ് വലിഞ്ഞ് ദൂരോട്ട് പോവാം. ഇപ്പോൾ ഒരു മിനിമം റേഞ്ചിൽ എനിക്ക് അടി കയറത്തില്ല കിട്ടുക. അതൊന്നാമതൊക്കെ. അങ്ങനെ ഞാൻ അതും കളിച്ച് അവൻ പൊട്ടൻ മര്യാദയ്ക്ക് അവിടെ അടങ്ങിന്ന് ഫ്രണ്ടായ ഞാൻ എക്സിറ്റ് അടിച്ച് പോകാമെന്ന് പറഞ്ഞിരുന്നപ്പം ആ പൊട്ടനാണെങ്കിൽ എന്തോ ഇത് എന്നെ അടിച്ച് ഒരു കാര്യമില്ല. ഞാൻ വെറുതെ നിന്നതാണ്. 4 റൗണ്ട് എടുത്തിട്ട് ഫ്രണ്ടാവാൻ വന്നതാണ്. എന്നിട്ടും അവനെന്നെ അടിച്ച്. അങ്ങനെ അത് അവിടെ ഞാൻ വിചാരിച്ചു ഇനി റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ച് നിർത്തി. അവൻ്റെ പിന്നെ ഒരു റൗണ്ട് കൂടെ കളിച്ച് ആ റൗണ്ട് ഞാൻ എടുത്ത് കഴിഞ്ഞപ്പം അവനാണെങ്കിൽ ഇറങ്ങി അങ്ങ് പോയി. പേടി ആ നായ ഇറങ്ങിപ്പോയി. കളിച്ചുകൊണ്ടിരുന്നു മര്യാദയ്ക്ക് ഞാൻ കളിച്ച് തീർത്തതിനെ ഞാൻ ഫ്രണ്ടായിട്ട് ഇറങ്ങിപ്പോയിരുന്നു. എന്നിട്ട് അവൻ കളി തീർത്ത്. എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് പിടിച്ചില്ലത്. അതുകൊണ്ട് നമ്മൾ 5ാമത്തെ റൗണ്ട് എടുത്തപ്പോൾ അവന് മനസ്സിൽ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് പതുക്കെ അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഗുഡ് ബൈ. അപ്പം നമ്മൾ ആ കളി അങ്ങ് എടുത്ത് ഗൈസ് ഒന്നും നോക്കിയില്ല.